ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കേരളം സുന്ദരമായ പ്രകൃതിയും സമ്പന്നമായ സംസ്കാരവും കൊണ്ട് ലോകം അറിയുന്ന നാടാണ്. എന്നാൽ സമാധാനത്തിൻ്റെ മറവിൽ ചിലപ്പോൾ ക്രൂരമായ കഥകളാണ് നടക്കുന്നത്. നമ്മുടെ മനസ്സിനെ നടുക്കിയ, തലമുറകൾ ഓർക്കുന്ന 5 കൊലപാതക കഥകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കേസ് 1. കൂടത്തായി സയനൈഡ് കൊലപാതകം. കോഴിക്കോടിലെ കൂടത്തായി 14 വർഷങ്ങൾക്കിടെ ഒരേ വീട്ടിൽ 6 പേർ മരിച്ചപ്പോൾ അത് വിധിയാണെന്ന് എല്ലാവരും കരുതി. പക്ഷേ സത്യം പുറത്തു വന്നപ്പോൾ കേരളം നടുങ്ങി. ജോളി ജോസഫ് സൗമ്യതയുടെ മുഖംമൂടിക്ക് പിന്നിൽ തൻ്റെ സ്വന്തം അമ്മായിയമ്മ, ഭർത്താവ്, മാമൻ, ഭാര്യമാർ, ഒരു പിഞ്ചു കുഞ്ഞു പോലും ഉൾപ്പെടെ 6 പേരെ സൈനൈഡ് നൽകി കൊന്നൊടുക്കുകയായിരുന്നു. കാരണം പണം, അധികാരം, സ്വന്തം ജീവിതത്തിൻ്റെ നിയന്ത്രണം. ഒരു വീടിൻ്റെ മതിലുകൾക്കുള്ളിൽ നടന്ന കൊലപാതക പരമ്പര കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ കഥകളിൽ ഒന്നായി മാറി. കേസ് 2. സിസ്റ്റർ അഭയ കൊലക്കേസ്. 1992 കോട്ടയം വെറും 21 വയസ്സുള്ള സിസ്റ്റർ അഭയയെ കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആദ്യം ഇത് ആത്മഹത്യയെന്ന് പറഞ്ഞു അടച്ചുപൂട്ടി. പക്ഷേ കുടുംബവും സാമൂഹ്യ പ്രവർത്തകരും നടത്തിയ നീതിക്കായുള്ള പോരാട്ടം കേസിന് ജീവൻ നൽകി. അന്വേഷണം പലതവണ തടസ്സപ്പെട്ടു. പക്ഷേ പതിറ്റാണ്ടുകൾക്കിപ്പുറം 2020 കോടതി വിധി വ്യക്തമാക്കി അഭയെ കൊലപ്പെടുത്തിയതാണെന്ന്. കണ്ടുകൂടായ്മ കണ്ടുപോയതിൻ്റെതായിരുന്നു അവളുടെ മരണം. 28 വർഷങ്ങൾക്ക് ശേഷമാണ് നീതി കിട്ടിയത്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിവാദ കേസായി ഇത് ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. കേസ് 3. കട്ടപ്പന അമ്മാളു കൊലപാതകം. ഇടുക്കിയിലെ കട്ടപ്പനയിൽ 23-കാരിയായ അമ്മാളുവിന്റെ കൊലപാതകം കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞു. വിവാഹത്തിന് ശേഷം ഭർത്താവിന് ഒപ്പം താമസിക്കുമ്പോഴാണ് അവളെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഭർത്താവ് തന്നെയായിരുന്നു കുറ്റവാളി. സ്നേഹത്തിന്റെ മുഖംമൂടിക്ക് പിന്നിൽ ഒളിഞ്ഞിരുന്നത് ക്രൂരമായ വഞ്ചനയും കൊലപാതകവുമായിരുന്നു. ഈ കേസ് വീട് തന്നെ ചിലപ്പോൾ ഏറ്റവും അപകടകരമായ സ്ഥലമാകാം എന്ന സത്യം നമ്മെ ഓർമ്മിപ്പിച്ചു. കേസ് 4. കൊടുങ്ങല്ലൂർ വില്ലേജ് ഓഫീസർ രാജു കൊലപാതകം. 2005 കൊടുങ്ങല്ലൂരിൽ വില്ലേജ് ഓഫീസർ രാജുവിനെ ക്രൂരമായി കൊന്നു. ഭൂമി ഇടപാടുകളിലെ അഴിമതി പുറത്തുപോകുന്ന ഭയമാണ് കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായത്. ഒരു പൊതുസേവന ഉദ്യോഗസ്ഥന്റെ ജീവൻ എടുത്ത കൊലപാതകം സമൂഹത്തെയും ഭരണ സംവിധാനത്തെയും നടുക്കി. അദ്ദേഹത്തിന്റെ മരണം ഒരു മുന്നറിയിപ്പായി മാറി. സത്യത്തിനു വേണ്ടി നിന്നവർക്ക് എത്ര വലിയ വില കൊടുക്കേണ്ടി വരും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. കേസ് 5. വേമ്പായം റിസീന കൊലപാതകം. തിരുവനന്തപുരം വേമ്പായം വെറും 21 വയസ്സുകാരിയായ റിസീനയെ ക്രൂരമായി കൊന്നൊടുക്കിയത് ഭർത്താവും ബന്ധുക്കളും ചേർന്നാണ്. പിന്നിൽ നിന്നത് കുടുംബകലഹങ്ങളും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തോടുള്ള വെറുപ്പുമായിരുന്നു. മൃതദേഹം മറച്ചുവെക്കാൻ ശ്രമിച്ചെങ്കിലും സത്യം പുറത്തു വന്നു. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ കേസായി റിസീനയുടെ കഥ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. കേരളത്തിന്റെ 5 ക്രൈമകഥകൾ മാത്രം. പക്ഷേ ഓരോന്നും നമ്മോട് ചോദിക്കേണ്ട ഒരേ കാര്യമാണ്: മനുഷ്യ മനസ്സിന്റെ ഇരുട്ട് എത്രത്തോളം ക്രൂരമായിരിക്കും? കുറ്റവാളി ഒളിച്ചോടാൻ കഴിയും, പക്ഷേ സത്യം ഒരിക്കലും തോറ്റുപോകില്ല. നീതിക്ക് വൈകാം, പക്ഷേ അത് ഒരിക്കലും ഇല്ലാതാവില്ല. വേദനയും കണ്ണീരും വിട്ടുപോകും, പക്ഷേ ഈ കഥകൾ എന്നും നമ്മോടൊപ്പം ജീവിക്കും.